നമ്മളിത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിന്റെ റെയിൽവേന്റെ മൂന്നാമത്തെ സെക്ഷനാണ് ഇന്നിവിടെ എടുക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഇവിടെ വരെ നോക്കിയെന്ന് ഓർമ്മയുണ്ടോ? റെയിൽസ്, റെയിലിന്റെ കമ്പോണൻസ്, പിന്നെ ക്രീപ്പും കാര്യങ്ങളും അല്ലെ, ഡിഫെക്ട്സ് ഇൻ റെയിൽസ് അവിടെ വരെ നമ്മൾ നോക്കി. ഇനി അടുത്തതായിട്ട് രണ്ട് റെയിലിന്റെ, നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു എത്ര ലെങ്ത് വരെയൊക്കെയാണ് റെയിൽ ഉള്ളതെന്ന് അല്ലെ. ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത് എത്രയൊക്കെയാ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് റെയിൽ മീറ്റർ ഗേജിനും ബ്രോഡ് ഗേജിനും നമ്മൾ വേറെ വേറെ ലെങ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എത്രയൊക്കെയായിരുന്നു? ഓക്കെ, ഒരു 12.8 അതേപോലെ തന്നെ 11.8 ആ ഒരു റേഞ്ചിലൊക്കെ വരും അല്ലെ. ഒരു 12 മീറ്റർ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും മൊത്തം ഉണ്ടാവുക. അതന്നെ. അപ്പം ഇങ്ങനെ രണ്ട് റെയിൽസ്, അതായത് ഒരു 12 മീറ്റർ ഒന്നും പോരാല്ല ട്രാക്ക് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് അതിന് കൂടുതൽ ലെങ്ത് വരുമ്പോഴത്തേക്കും തന്നെ രണ്ട് റെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ജോയിന്റ് ചെയ്യണം. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ കൂടെ നോക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ റെയിൽ ജോയിന്റ്സ്. എന്താണ് റെയിൽ ജോയിന്റ്? Joints are necessary to hold together the adjoining ends of the rail in the correct positions, both in horizontal and vertical direction. അതായത് രണ്ട് റെയിൽസിന്റെ അഡ്ജോയിനിങ് പൊസിഷൻസ്, ഒരെണ്ണത്തിന്റെ എൻഡ് അടുത്തതിന്റെ സ്റ്റാർട്ടിങ്, ഇങ്ങനെ രണ്ട് റെയിൽസിന്റെ ഈ പൊസിഷൻസിനെ തമ്മിൽ ജോയിന്റ് ചെയ്ത്, അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ജോയിന്റ് ചെയ്താൽ മാത്രം പോരാ, ഇതിന്റെ മേലെ കൂടെ ഒരു ട്രെയിൻ പോകണ്ടെന്ന് ഓർത്തോളൂ. അപ്പം അതിനകത്ത് വീൽ ലോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അതേ പൊസിഷനിൽ നിൽക്കാൻ മാത്രം നല്ല റിജിഡ് ആയിട്ടും ടൈറ്റ് ആയിട്ടും വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഇങ്ങനെ ഒരു ജോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യാം. Are necessary to hold together the adjoining ends of the rail in the correct position, both in horizontal and vertical direction. അതായത് അത് കുത്തനെയും അതേപോലെ തന്നെ ആ ഒരു അലൈൻമെന്റിലും എന്ത് തന്നെ എടുക്കണം? ഈ രീതിയിലും കുത്തനെയും ഒരേ പൊസിഷനിൽ തന്നെ അല്ലെങ്കിൽ ഒരേ ലൈനിൽ തന്നെ വരുന്ന രീതിയിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഫിറ്റിംഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഐഡിയൽ ജോയിന്റിന്റെ റിക്വയർമെന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. റെയിൽ എൻഡ്സ് ഷുഡ് റിമെയിൻ ഇൻ ലൈൻ. രണ്ട് എൻഡുകളും ഒരേ ലൈനിൽ തന്നെ നിലനിൽക്കണം. ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ആൻഡ് സ്റ്റിഫ്. അതായത് നമുക്കറിയാം ഇതിനകത്ത് ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് ഒക്കെ വരുന്നതാണ് അല്ലെ. വീൽ ലോഡ് പോകുമ്പോഴത്തേക്കും ഒരുപാട് ലാറ്ററലും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനുമായിട്ടുള്ള സ്ട്രെസ് വരും വീൽ അതിന്റെ മേലെ കൂടെ പോകുമ്പോൾ. അപ്പം ഇത് ഒരു ചെറിയ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു മോഷൻ ഉണ്ടെങ്കിൽ എന്താണ് അത് ഭാവിയിൽ എന്ത് സംഭവിക്കാം? അതിനകത്തേക്ക് ഡാമേജിങ് വരാം. അപ്പം ആ രീതിയിൽ ആ ഒരു എൻഡിനെ സ്റ്റിഫായിട്ട് നിർത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ അതും അതിന്റെ ഒരു റിക്വയർമെന്റ് ആണ്. ഓക്കെ, അടുത്തത് പ്രൊവിഷൻ ഫോർ ഫ്രീ എക്സ്പാൻഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ക്രീപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. ക്രീപ്പും ആ ഒരു എക്സ്പാൻഷൻ യൂണിറ്റും കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അതായത് ടെമ്പറേച്ചർ വരുമ്പോൾ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ ഒരു സ്റ്റീൽ മെമ്പറിന് വികസിക്കാനുള്ള ഒരു കഴിവുണ്ട് അല്ലെ. അപ്പം ഈ രീതിയിൽ വികസിക്കാനോ ചുരുങ്ങാനോ ഒക്കെ ഉള്ള ആ ഒരു പ്രൊവിഷൻ അതും കൊടുക്കുന്നത് ഏതൊരു പോയിന്റിലായിരിക്കും? ഈ ഒരു ജോയിന്റിലായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടെങ്കിലും ആ താഴെ കൂടെ പോകുന്ന ആ ഒരു ഫാസ്റ്റനിങ്സ്, ആ ഒരു ഫിറ്റിംഗ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? അതേ പൊസിഷനിൽ തന്നെ ഇത് നിലനിൽക്കണം. ഓക്കെ, റീപ്ലേസ്മെന്റ് ഷുഡ് ബി ഈസി. നമുക്കറിയാം എന്തെങ്കിലും ഒരു ട്രാക്കിന് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ ഈ ഒരു മൊത്തത്തിലുള്ള സ്ലീപ്പേഴ്സും ബല്ലാസ്റ്റും അതുപോലെ തന്നെ ട്രാക്കും ഒക്കെ മാറ്റി വേറെ വെക്കും അല്ലെ. അപ്പം ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ട്രാക്ക് ഡാമേജ് ആണ്, നമുക്ക് എളുപ്പത്തിൽ ഈ രണ്ട് ജോയിന്റ് നമ്മൾ റിമൂവ് ചെയ്താൽ ഈ ട്രാക്ക് നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. അപ്പം അത് എന്താണ്? റീപ്ലേസ്മെന്റ് ഷുഡ് ബി ഈസി. നമ്മൾ ബോൾട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പം എന്താണ്? നമുക്ക് എളുപ്പത്തിൽ ഒരുപാട് ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ കട്ടിംഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡാമേജ് ആയ റെയിൽ മാറ്റി നമുക്ക് അവിടെ വേറെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. മിനിമം കോസ്റ്റ്. ഓക്കെ, ഇവിടെയുള്ള മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ജോയിന്റ് വഴി ഉണ്ടാകുന്ന ചെലവ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ചുരുങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് എക്കണോമിക്കലും കൂടെ ആവണം അല്ലെ. എപ്പോഴും മാറ്റാനൊന്നും വരരുത്, കുറെ കാലം നീണ്ടു നിൽക്കണം. അതേപോലെ തന്നെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ എന്തായിരിക്കണം? അത് ഒരു മിനിമം കോസ്റ്റ് തന്നെ നിൽക്കണമെന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ബാറ്റേഡ്. ബാറ്റേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ എന്താ ബാറ്ററിങ് എഫക്ട്? അതിനകത്തേക്ക് ഒരു ഇമ്പാക്ട് ഫോഴ്സ് വരുമ്പോഴത്തേക്കും അത് ചെറുതായിട്ടൊന്ന് കിങ്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലെന്ന് വളഞ്ഞു പോകുന്നുണ്ട് അല്ലെ. അപ്പം ആ രീതിയിൽ ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഫോഴ്സ് വരുമ്പോഴത്തേക്കും അതിന് ഡാമേജ് വരാണ്ട് അതേ രീതിയിൽ തന്നെ അത് നിൽക്കണം. അതാണ് അടുത്തത്. ഷുഡ് നോട്ട് ബി ബാറ്റേഡ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ആ ജോയിന്റിലേക്ക് വരുന്ന പൊസിഷൻ, രണ്ട് റെയിലുകളിലെ ജോയിന്റിന്റെ പൊസിഷൻ അനുസരിച്ചും അതേപോലെ തന്നെ
അക്കോർഡിംഗ് ടു ദി പൊസിഷൻ ഓഫ് സ്ലീപ്പർ. ഈ ഒരു ജോയിന്റിനകത്ത് സ്ലീപ്പർ ഏത് രീതിയിലാണ് വരുന്നതെന്നനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം തന്നെ എന്താണ് സ്ക്വയർ അല്ലെങ്കിൽ ഈവൻ ജോയിന്റ്? പേര് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സ്ക്വയർ അല്ലെങ്കിൽ ഈവൻ ജോയിന്റ് ആർക്കെങ്കിലും? ജസ്റ്റ് നോക്കുക. അക്കോർഡിംഗ് ടു ദി പൊസിഷൻ ഓഫ് ജോയിന്റ്സ്, ഇത് രണ്ട് റെയിൽ, ഒരു ട്രാക്കിലെ രണ്ട് റെയിലുകൾ അത് ലേ ചെയ്തിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. ഇത് അതിനകത്തുള്ള സ്ലീപ്പേഴ്സ്. ഓക്കെ, ഇപ്പം ഇതിനകത്ത് ജോയിന്റ് വരികയെന്ന് വിചാരിക്കുക. ആദ്യം ഈ ഒരു റെയിലിന്റെ ഈ ഒരു പൊസിഷനിൽ ഒരു ജോയിന്റ്, ഇതേ ലൈനിൽ തന്നെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ജോയിന്റ് വരുവാണെങ്കിൽ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്വയർ അല്ലെങ്കിൽ ഈവൻ ജോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് രണ്ട് റെയിൽസ്, ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് കാണുന്നത്. ആ രണ്ട് റെയിലിലും ഏതാണ്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ് ജോയിന്റ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്വയർ അല്ലെങ്കിൽ ഈവൻ ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രീതിയിൽ റെയിൽസ് അടുത്തടുത്ത്. ഓക്കെ, അടുത്തത് സ്റ്റാഗേർഡ് അല്ലെങ്കിൽ ബ്രോക്കൺ ജോയിന്റ്. സ്റ്റാഗേർഡ് അല്ലെങ്കിൽ ബ്രോക്കൺ ജോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നേരെ തിരിഞ്ഞല്ലേ? എങ്ങനെയായിരിക്കും വരിക? ഇതാണ് രണ്ട് റെയിൽസ്, ഇതൊരു ജോയിന്റ്, അടുത്ത ജോയിന്റ് ഇവിടെ. ഇങ്ങനെ ഒരേ ലൈനിലല്ല, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ലൈനുകളാണ് വരുന്നതെങ്കിൽ അത്തരം ഒരു ജോയിന്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാഗേർഡ് അല്ലെങ്കിൽ ബ്രോക്കൺ ജോയിന്റ്. അപ്പം സ്ക്വയർ ആൻഡ് ഈവൻ, സ്റ്റാഗേർഡ് അല്ലെങ്കിൽ ബ്രോക്കൺ ജോയിന്റ്. ഈ ഫിഗർ ഒന്ന് ഓർക്കാലോ അല്ലെ? രണ്ട് റെയിൽസിലുള്ള അഡ്ജോയിനിങ് ജോയിന്റ്സ് ഒരേ ലൈനിൽ വരാത്തതായിരിക്കും ഏത്? സ്റ്റാഗേർഡ് ജോയിന്റ്. അതേസമയം രണ്ട് റെയിലിലെയും ജോയിന്റുകൾ ഒരേ ലൈനിൽ തന്നെ വരുവാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്വയർ അല്ലെങ്കിൽ ഈവൻ ജോയിന്റ്. അടുത്തത് പൊസിഷൻ ഓഫ് സ്ലീപ്പർ. ഈ ജോയിന്റിലെ പൊസിഷൻ അനുസരിച്ച്, ഒരു ജോയിന്റില് എങ്ങനെയാണ് സ്ലീപ്പർ വരുന്നത് അനുസരിച്ച്. അപ്പൊ ജസ്റ്റ് ആദ്യത്തേത് പറയാം, സസ്പെൻഡഡ് റെയിൽ ജോയിന്റ്. അതായത് ഇതാണ് നമ്മുടെ റെയിൽ, ഇതിന്റെ ഒരു സെക്ഷനാണ്. ഇപ്പൊ ഇവിടെ കാണുന്ന പോലെ എല്ലാം ഉണ്ട്, പ്ലാൻ തന്നെ വരയ്ക്കാം. ഇതിന്റെ പ്ലാനാണ്, ഒരു റെയിലിലെ പ്ലാനായി കാണുന്നത്. ഇതേപോലെ രണ്ട് റെയില്. അപ്പം ഇതിനകത്ത് സ്ലീപ്പർ ഉണ്ട്. എന്താ സ്ലീപ്പർ എന്നൊക്കെ അറിയാലോ അല്ലെ? ഓക്കെ, ഇത് അടുത്ത സ്ലീപ്പർ. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ രണ്ട് സ്ലീപ്പറിന്റെയും ഇടയ്ക്കായിട്ട് ഈ രീതിയിലാണ് ജോയിന്റ് വരുന്നതെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്പെൻഡഡ് റെയിൽ ജോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ കാണുന്നില്ലേ, ഇതൊരു സ്ലീപ്പറാണ്, ഇത് അടുത്ത സ്ലീപ്പറാണ്. ഈ രണ്ട് സ്ലീപ്പറിന്റെയും നടുക്കായിട്ടാണ് എന്ത് വന്നേക്കുന്നത്? ഈ ഒരു ജോയിന്റ് വന്നേക്കുന്നത് അല്ലെ? അപ്പം ഇത്തരം ജോയിന്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്പെൻഡഡ് റെയിൽ ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ട് ഇത് റെയില്, ഇത് സ്ലീപ്പർ. ഈ സ്ലീപ്പറിന്റെ തൊട്ട് മേലെ ആയിട്ടാണ് റെയിൽ ജോയിന്റ് വരുന്നതെങ്കിൽ ഈ ഒരു പൊസിഷനിലൊക്കെ, ഓക്കെ, ഈ രീതിയിലൊക്കെയാണ് ജോയിന്റ് വരുന്നതെങ്കിൽ, അതായത് സ്ലീപ്പറിന്റെ നേരെ മേലെയായിട്ട് ജോയിന്റ് വരുവാണെങ്കിൽ അത്തരം ജോയിന്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്പോർട്ടഡ് റെയിൽ ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സപ്പോർട്ടഡ് റെയിൽ ജോയിന്റ്. റെഡി. അടുത്തത് ബ്രിഡ്ജ് ജോയിന്റ്. ആദ്യത്തേത് പറഞ്ഞ എന്താണ്? രണ്ട് സ്ലീപ്പറിന്റെ നടുക്കായിട്ട് അല്ലെങ്കിൽ അതിനിടയ്ക്ക് സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. രണ്ടാമത് പറഞ്ഞത് സ്ലീപ്പറിന്റെ നേരെ മേലാണ് ജോയിന്റ് വരുന്നതെങ്കിൽ സപ്പോർട്ടഡ്. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ രീതിയിൽ തന്നെ ഇത് രണ്ട് സ്ലീപ്പർ, ഒരു സ്ലീപ്പർ, ഇത് അടുത്ത സ്ലീപ്പർ, ഇതിന്റെ മേലെ റെയിൽ ഉണ്ട്. ഓക്കെ, ഒരു ഐ സെക്ഷൻ പോലത്തെ ഒരു റെയില്. ഇതിന്റെ ഒരു സസ്പെൻഡ് ടൈപ്പ് ഓഫ് റെയിൽ ജോയിന്റ് തന്നെ. ഓക്കെ, ഈ ഭാഗത്താണ് ജോയിന്റ് വന്നേക്കുന്നത്. അപ്പൊ എന്താണ്? സസ്പെൻഡ് ടൈപ്പ് തന്നെ. പക്ഷെ ഇതിനകത്ത് ഒരു ബ്രിഡ്ജ് പ്ലേറ്റ് ഉണ്ട്.
ഈ രീതിയിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു സപ്പോർട്ടിംഗ് പ്ലേറ്റ്. അങ്ങനെ ഈ ഒരു സസ്പെൻഡഡ് റേൽ ജോയിന്റ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്റ്റിഫ്നർ അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് പ്ലേറ്റ് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രിഡ്ജ് ജോയിന്റ് എന്ന് പറയുന്നത്. ഒരു ബ്രിഡ്ജ് പ്ലേറ്റ്, മനസ്സിലായോ? അതിനാണ് നമ്മൾ എന്ത് പറയാ, ബ്രിഡ്ജ് ജോയിന്റ്. അപ്പൊ 3 തരം അക്കോർഡിംഗ് ടു ദി പൊസിഷൻ ഓഫ് സ്ലീപ്പർ. ജോയിന്റും പൊസിഷനും ജോയിന്റും സ്ലീപ്പറും ഏതൊക്കെ പൊസിഷനിലാണ് ഇരിക്കുന്നത് അനുസരിച്ച് സസ്പെൻഡഡ് ഉണ്ട്, സപ്പോർട്ടഡ് ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, റെഡി അല്ലേ? അപ്പം ഇതുപോലെ തന്നെ പക്ഷെ എന്താണ്, ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ടാവും ഈ രീതിയിൽ, ഒരു അഡീഷണൽ ആയിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഈ ഫിഗർ ഒന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഞാൻ റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാം? ഓക്കെ, അടുത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ജോയിന്റ്സിന്റെ ടൈപ്പ് ആണ്. അടുത്തത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ലീപ്പേഴ്സിനെ കുറിച്ചാണ്. ഇപ്പൊ സ്ലീപ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ? റെയിലിന്റെ താഴെയായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കോൺക്രീറ്റ് ബ്ലോക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലീപ്പർ എന്ന് പറയുന്നത്. വാട്ട് ഇസ് എ സ്ലീപ്പർ? അതാണ് ആദ്യം നോക്കുന്നത്. സ്ലീപ്പേഴ്സ് ആർ മെമ്പേഴ്സ് ജനറലി ലേഡ് ട്രാൻസ്വേഴ്സ് ടു ദി റെയിൽ ഓൺ വിച്ച് ദി റെയിൽസ് ആർ സപ്പോർട്ടഡ് ആൻഡ് ഫിക്സ്ഡ്. നമ്മുടെ റെയിലിന്റെ അലൈൻമെന്റിന് ട്രാൻസ്ഫേർഡ് അല്ലെങ്കിൽ അതിന് വെർട്ടിക്കൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന, ലേ ചെയ്യുന്ന ആ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. ടു ട്രാൻസ്ഫർ ദി ലോഡ്സ് ഫ്രം ദി സ്ലീപ്പേഴ്സ് ടു ദി ബല്ലാസ്റ്റ് ആൻഡ് സബ്ഗ്രേഡ് ബിലോ. അതായത് റെയിലിലെ ലോഡ് തൊട്ട് താഴെ കിടക്കുന്ന ആ ഒരു കല്ലുകളിലേക്ക്, ബല്ലാസ്റ്റിലേക്കും അതേപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സബ്ഗ്രേഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു മെമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലീപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റെയില്. അപ്പം ഈ ഒരു റെയിലിന് ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ലേ ചെയ്യുന്ന ഈ ഒരു മെമ്പർ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലീപ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ കാണുന്നത് ഒരു കോൺക്രീറ്റിന്റെ സ്ലീപ്പർ ആണ്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഈ റെയിലിൽ വരുന്ന ലോഡ് എന്ത് ചെയ്യുന്നു, ഒരു ലാർജർ ഏരിയയിലേക്ക് റിസീവ് ചെയ്ത് അത് ഈ ഒരു താഴെ കാണുന്ന കുറച്ചും കൂടെ ലാർജർ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെ, ഈ ബല്ലാസ്റ്റിലേക്കും. അതുപോലെ തന്നെ ഈ ബല്ലാസ്റ്റ് ഇട്ടേക്കുന്ന ഒരു ഭാഗത്താണ് സോയിൽ, നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന സോയിൽ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ് ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ റെയിലിലെ ലോഡ് എങ്ങോട്ടേക്കും ബല്ലാസ്റ്റിലേക്കും സബ് ഗ്രേഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു മെമ്പേഴ്സിനാണ് എന്ത് പറയുന്നത്, സ്ലീപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ പഠിക്കാലോ അല്ലെ. മെമ്പേഴ്സ് ജനറലി ലേ ട്രാൻസ്ഫേഴ്സ് ടു ദി റെയിൽ ഓൺ വിച്ച് ദി റെയിൽസ് ആർ സപ്പോർട്ടഡ് ആൻഡ് ഫിക്സ്ഡ് ടു ട്രാൻസ്ഫർ ദി ലോഡ്സ് ഫ്രം ദി റെയിൽസ് ടു ദി ബല്ലാസ്റ്റ് ആൻഡ് ദി സബ് ഗ്രേഡ് ബിലോ. സ്വന്തമാക്കി എഴുതിയാൽ മതി, അങ്ങനെ കാണാപ്പുറം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി ഈ ഒരു സ്ലീപ്പറിന്റെ ഫംഗ്ഷൻ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓർത്താൽ മതി. ഒരു റെയിലിനകത്ത് വരുന്ന എല്ലാത്തരം ലോഡ് എന്ത് ചെയ്യണം, അത് എടുത്ത് അല്ലെങ്കിൽ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിന്. ഇപ്പം ഈ ഒരു വെർട്ടിക്കൽ ലോഡ് മാത്രമല്ല, അതേപോലെ തന്നെ ഈ വീല് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ക്രീപ്പ് ഒക്കെ പറഞ്ഞില്ലേ, അപ്പം അതിന് മുന്നോട്ടേക്ക് ഒരു ഫോഴ്സ് വരും. ആ ഫോഴ്സും അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ടേക്ക് സ്ലിപ്പ് ചെയ്ത് പോവാണ്ടും എന്ത് ചെയ്യണം, അതിനെ ഒന്ന് കീപ്പ് ചെയ്യണം, ആ ഒരു പൊസിഷൻ തന്നെ കീപ്പ് ചെയ്യണം. അതൊക്കെ ആരുടെ ഫംഗ്ഷൻ ആണ്, സ്ലീപ്പറിന്റെ ഫംഗ്ഷൻ. അപ്പൊ ചിത്രം ഒന്ന് മനസ്സിൽ കിട്ടാൻ കുറെ ഫംഗ്ഷൻ നമുക്ക് കിട്ടും, അത് ഓരോന്നായിട്ട് എഴുതിയാൽ മതി. അപ്പൊ ആദ്യത്തത് ഹോൾഡ് ദി റെയിൽ ഇൻ കറക്റ്റ് ഗേജ് ആൻഡ് ലെവൽ. അതായത് ഗേജ് എന്ന് പറയുമ്പോൾ അറിയാലോ, 2 റെയിൽസ് നിൽക്കുന്നു, ഈ ഒരു ഇന്നർ ടു ഇന്നർ ഡിസ്റ്റൻസിനല്ലേ നമ്മൾ ഗേജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈ ഗേജ് ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതേ ഗേജ് തന്നെ അല്ലെങ്കിൽ അതേ വാല്യൂ തന്നെ നിൽക്കണം. അപ്പം അത് ആ ഒരു പൊസിഷൻ, അതായത് ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു മൂവ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, നിർത്തണം. അത് അതേ ഗേജ് തന്നെ ത്രൂ ഔട്ട് ദി ലൈൻ അല്ലെങ്കിൽ അലൈൻമെന്റ് എന്ത് ചെയ്യണം, ഈ ഗേജ് ഇതായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ 2 റെയിലിന്റെയും ലെവലുകൾ, ഇപ്പൊ നമ്മൾ റോഡിൽ പഠിച്ച പോലെ സൂപ്പർ എലിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്തും. അതല്ലാണ്ട് നോർമലായിട്ട് ഒരു ഹൊറിസോണ്ടൽ ആണെങ്കിൽ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ലെവലിൽ തന്നെ എന്ത് ചെയ്യണം, 2 റെയിൽസിനെ കീപ്പ് ചെയ്യാൻ ആരാണ് നോക്കുന്നത്, സ്ലീപ്പർ ആയിരിക്കും ചെയ്യുന്നത്. കറക്റ്റ് ഗേജ് ആൻഡ് ലെവൽ, അല്ലാണ്ട് ഒരേ വാല്യൂ ആവണമെന്നില്ല. ഗേജ് എത്രയാണോ അത് തന്നെ കിട്ടണം. അതേപോലെ തന്നെ ഏത് ലെവലിലേക്കാണോ അത് നമ്മൾ അലൈൻ ചെയ്യേണ്ടത് അതേ അലൈൻമെന്റിലും കീപ്പ് ചെയ്യുന്നത് ഏത് വെച്ചാണ്, ഈ ഒരു സ്ലീപ്പേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ആക്ട് ആസ് എൻ എലാസ്റ്റിക് മീഡിയം ഇൻ ബിറ്റ്വീൻ ബല്ലാസ്റ്റ് ആൻഡ് റെയിൽ. റെയിലിന്റെയും, ഇതാണ് റെയില്, ഇതിന്റെ താഴെ നമ്മൾ സ്ലീപ്പർ കൊടുക്കുന്നു, അതിന്റെ താഴെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കല്ലുകൾ കൊടുക്കുന്നത് അല്ലെ. അപ്പം ഈ റെയിലിന്റെയും കല്ലുകളുടെയും ഇടയ്ക്കുള്ള ഒരു എലാസ്റ്റിക് മെമ്പർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എലാസ്റ്റിക് മീഡിയം ആയിട്ട് നിലകൊള്ളുവാണ് എന്ത് ചെയ്യുന്നത്, സ്ലീപ്പേഴ്സ് ചെയ്യുന്നത്. അടുത്തത് ഡിസ്ട്രിബ്യൂട്ട് ലോഡ്. ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു, ഇവിടെ വരുന്ന ലോഡുകൾ എന്ത് ചെയ്യുന്നു, ഒരു ലാർജർ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ.
അടുത്തത് ലാറ്ററൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റെബിലിറ്റി. അതായത് എന്താണ്, ഇപ്പം ഒരു സ്ലീപ്പർ അതിന്റെ മേലെ കൂടെ റെയിൽ പോയേക്കുന്നു. അപ്പം ഇതിനെന്താണ്, റെയിൽ പോകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനൊരു ലാറ്ററൽ മൂവ്മെന്റിനുള്ള അല്ലെങ്കിൽ ഒരു ലാറ്ററൽ ഫോഴ്സസും അതിനകത്ത് വരുന്നുണ്ട്. വേവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെ, വേവ് തിയറി ഒക്കെ നമ്മൾ പറഞ്ഞില്ല, ക്രീപ്പ് വെച്ചിട്ട് ഒരു ലാറ്ററൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ ലാറ്ററൽ ഫോഴ്സ് വന്നപ്പോഴും ഇത് മുന്നോട്ടോ ബാക്കോട്ടോ ഒന്നും വലിഞ്ഞു പോവാണ്ട് അതിനെ ഫിക്സ് ചെയ്യുന്നതും എന്തിലേക്കാണ്, നമ്മൾ ഈ സ്ലീപ്പേഴ്സിലാണ്. ലാറ്ററൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റെബിലിറ്റി. ഓക്കെ, ഇത്രയും ഫങ്ഷൻസ് ആണുള്ളത്. ഓരോന്നായിട്ടൊന്ന് ഓർക്കുക. ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും ഒന്ന് ഓർത്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഇത് ഞാനൊരു പ്രൈമറി ആയിട്ട് പറഞ്ഞിരിക്കുന്ന 4 ഫങ്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത് റിക്വയർമെന്റ്സ് ഓഫ് സ്ലീപ്പർ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പെർമനന്റ് വേണ്ടി റിക്വയർമെന്റ്സ് പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ സ്ലീപ്പേഴ്സിനും എന്തുണ്ട്, ഒരു കുറെ റിക്വയർമെന്റ്സ് നമുക്ക് പറയാനുണ്ട്. ആദ്യത്തത് എക്കണോമിക്കൽ. ഈ ഷുഡ് ബി എക്കണോമിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവാൻ പാടില്ല. നമ്മളൊരു ചെറിയ മുടക്കം മുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കുറെ കാലം നിലനിൽപ്പ് പോകണം, അല്ലെങ്കിൽ ഡ്യൂറബിൾ ആയിരിക്കണം. അപ്പം അങ്ങനെ കുറെ കാലം നിൽക്കുന്ന ലാഭകരമായിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യേണ്ടത്. അടുത്തത് ഈസി മെയിൻ്റെനൻസ്. നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു എപ്പോഴും മെയിൻ്റെനൻസും റിപ്പയറിംഗ് ഒക്കെ ഉള്ള ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ ഒരു ഇതാണ് പോർഷനാണ് ഈ ഒരു റെയിൽ എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്ന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാകത്തിന്, അല്ലെങ്കിൽ ഒരു ഒറ്റ പ്രാവശ്യം മാത്രം ഒരു ചെറിയ ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞ് മാറ്റാത്ത, കുറച്ചൊക്കെ നീണ്ടു നിൽക്കുന്ന മെയിൻ്റെനൻസ് ഒക്കെ പെട്ടെന്ന് സാധ്യമാവുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മോഡറേറ്റ് വെയിറ്റ്. ഒരുപാട് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നല്ലത് എന്താണ്, മോഡറേറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരു ഐഡിയൽ സ്ലീപ്പർ ആയിട്ട് പറയുന്നത് ടിമ്പർ ആണ്. ടിമ്പർ നമ്മൾ മരം കൊണ്ട് ഉപയോഗിക്കുന്ന, പണ്ടൊക്കെ മരമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്താണ്, പെട്ടെന്ന് അത് എന്താണ് ഒരുപാട് കാലം ഡ്യൂറബിൾ അല്ല, അല്ലെങ്കിൽ തന്നെ ആ ഒരു മരം അങ്ങനെ ഡ്യൂറബിൾ ആയിട്ടുള്ള മരം എടുക്കുമ്പോൾ അത് ഒരുപാട് എക്സ്പെൻസീവ് ആകുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ചത്. കാരണം നമ്മൾ ഈ പറഞ്ഞ മിക്ക പ്രോപ്പർട്ടീസും ഏറ്റവും ഐഡിയൽ ആയിട്ട് വരുന്നത് ടിമ്പറിലാണ്. കോൺക്രീറ്റിനെക്കാളും കുറച്ചും കൂടെ എന്താണ്, എലാസ്റ്റിക് ആണ് അല്ലെ, എലാസ്റ്റിക് ആണ്. ഇതേപോലെ തന്നെ വെയിറ്റും വലിയ ഹൈ അല്ല. ട്രാക്ക് സർക്യൂട്ടിങ്, അതായത് അതിന്റെ ആ ഒരു ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പം അങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഐഡിയൽ സ്ലീപ്പർ ആയിട്ട് പറയാറുള്ളത് ടിമ്പറിനെയാണ്. ടിമ്പർ അല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന സ്ലീപ്പർ ഏതാണ് കൂടുതലും ഇപ്പോൾ ഉപയോഗിക്കുന്നത്, കോൺക്രീറ്റ് ആണ് അല്ലെ. മോഡറേറ്റ് വെയിറ്റ്. ഓക്കെ, കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഹെവിയർ വെയിറ്റ് ആണല്ലോ അല്ലെ. അഡ്ജസ്റ്റ്മെന്റ്സ് ആൻഡ് മെയിൻ്റെനൻസ് ഈസിലി ഡൺ. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ നമുക്ക് അത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കണം. അത് ഒരു ടിമ്പർ വെച്ച് നോക്കുമ്പോൾ എളുപ്പമാണ് അല്ലെ. നമുക്കിപ്പം ആ ഒരു സ്ലീപ്പർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇതിന്റെ മേലെ ഒരു റെയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു 3D പോലെയൊക്കെ ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കുക. ഇപ്പൊ ആദ്യം നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഇത് ഫിക്സ് ചെയ്തു, ബിയറിംഗ് പ്ലേറ്റ്. അതായത് ഇതിന്റെ താഴെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ വെക്കുവേ. ഇതിന്റെ താഴെ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെക്കുന്നു, ഇത്രയും ഭാഗത്ത്. അതിന്റെ മേലായിരിക്കും നമ്മൾ എന്ത് വെക്കുന്നത്, ഈ ഒരു റെയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെ വെച്ചാലും പിന്നെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നത്, ഇത് കുറച്ചുകൂടെ മാറ്റി ഫിക്സ് ചെയ്യണമെങ്കിൽ എന്താണ്, കോൺക്രീറ്റിലൊന്നും പറ്റത്തില്ല. കാരണം കോൺക്രീറ്റിലൊക്കെ എവിടെയാണോ റെയിൽ ഫിക്സ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് അവിടെ നമ്മൾ അതിനുള്ള സ്ലോട്ടൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ടിമ്പറിലാണെങ്കിലും നമുക്ക് എന്താണ്, ഈ സ്പൈക്സ് ഒക്കെ, അതായത് ഇതിനകത്തൊക്കെ ആണിയൊക്കെ അടിച്ച് നമുക്ക് വേണമെങ്കിൽ പൊസിഷൻ മാറ്റി വെക്കാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമാണ്. അഡ്ജസ്റ്റ്മെന്റ്സ് ആൻഡ് മെയിൻ്റെനൻസ് ക്യാൻ ബി ഈസിലി ഡൺ. ഇന്നഫ് ബിയറിംഗ് ഏരിയ. അതിനുള്ള ആ ഒരു ബിയറിംഗ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ആവശ്യത്തിനുണ്ടാവണം. അതായത് ഈ ഒരു പൊസിഷനിൽ ബിയറിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിന്ന് താഴേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ലാർജർ ഏരിയയിലേക്കാണ് അത് ട്രാൻസ്ഫർ ആവുന്നത് അല്ലെ. അപ്പം അവിടെ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഒരു ഏരിയ വരണം. ഈ റെയിലിൽ നിന്നുള്ള ഇത് ലോഡ് കുറച്ചും കൂടെ കൂടുതൽ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ ഒരു ബിയറിംഗ് ഏരിയ എന്താണ്, ആവശ്യത്തിനുള്ള ഒരു ബിയറിംഗ് ഏരിയ ഉണ്ടാവണം. പക്ക തിയറിയാണ് അല്ലെ, കേട്ടിരിക്കാനേ വഴിയുള്ള. ഈസി റിമൂവൽ ആൻഡ് റീപ്ലേസ്മെന്റ് ഓഫ് ബല്ലാസ്റ്റ് പോസിബിൾ. ഇതിന് താഴെ ഇടുന്ന ബല്ലാസ്റ്റ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും സാധിക്കണം. ഓക്കെ, റെസിസ്റ്റ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ. എന്ത് ഷോക്കാണ്, ഇലക്ട്രിക് ഷോക്ക് അല്ല, ഇമ്പാക്ട് ലോഡുകൾ അല്ലേ. ഈ ഒരു ട്രെയിൻ ഇതിന്റെ മേലെ കൂടെ വരുമ്പോൾ ആ ഒരു ഇമ്പാക്ട് ലോഡുകൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് താഴെ കൊടുക്കാൻ പാടില്ല, കുറെ എന്ത് ചെയ്യണം, റെസിസ്റ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ വൈബ്രേഷൻസും ഇമ്പാക്ട് ലോഡുകളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ബിയർ ചെയ്യാൻ പാകത്തിനുള്ള മെറ്റീരിയലാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്,
ടിമ്പേഴ്സ് അല്ല, സ്ലീപ്പേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ട്രാക്ക് സർക്യൂട്ടിംഗ് പോസിബിൾ. ഞാൻ പറഞ്ഞായിരുന്നു ഈ ട്രാക്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രിക് ഇതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്രെയിൻ ഈ ഒരു റെയിൽപാളത്തിന്റെ മേലെ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ആ രീതിയിൽ ട്രാക്ക് സർക്യൂട്ടിങ്ങും പോസിബിൾ ആവണം. അതായത് ഇതിൽ നിന്ന് ഒരുപാട് കണ്ടക്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി റെസ്ട്രിക്ട് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കണം നമുക്ക് നല്ലതായിട്ട് വരിക. അപ്പം ട്രാക്ക് സർക്യൂട്ടിങ്ങും പോസിബിൾ ആണ്. ഇത്രയും റിക്വയർമെന്റ്സ് ആണ് സ്ലീപ്പേഴ്സ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് വായിക്കാം. എക്കണോമിക്കൽ ആവണം, ഈസി മെയിൻ്റെനൻസ്, മോഡറേറ്റ് വെയിറ്റ്, adjustments and maintenance can be easily done, enough bearing area, easy removal and replacement of ballast, resist shock and vibration, track circuiting. ഇപ്പൊ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവാം, പക്ഷെ ഓർത്തോളൂ റിക്വയർമെന്റ്സ് ഓഫ് സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ഈ കാണുന്ന ആ ഒരു ഇതായിരിക്കില്ല. കാരണം നമുക്ക് പോയിന്റ്സ് അപ്പം ഷോർട്ട് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഇതൊക്കെ ഓർത്തിരിക്കണം. ഇതിനകത്ത് നിന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. ഓരോന്നിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ ഡിസഡ്വാൻറ്റേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരിക. അതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞു തരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത് കേട്ടോ. ഓക്കെ ഓക്കെ ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്ലീപ്പർ ആണ്. ഓക്കെ, ആദ്യത്തത് അതിന്റെ മെറ്റീരിയൽ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. വുഡൻ സ്ലീപ്പർ ഉണ്ട്, മെറ്റൽ സ്ലീപ്പേഴ്സ് ആയിട്ട് വരുന്നത് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ സ്ലീപ്പേഴ്സ്, കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് സിമെന്റ് സ്ലീപ്പേഴ്സും പ്രീ സ്ട്രെസ്ഡ് സിമെന്റ് സ്ലീപ്പേഴ്സും. ഇപ്പൊ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ലീപ്പർ എന്താണെന്ന് അറിയാവോ? പറഞ്ഞുതരാം കേട്ടോ, കുഴപ്പമില്ല. അപ്പം ഇതിനകത്ത് ആദ്യത്തേതാണ് വുഡൻ സ്ലീപ്പേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു പണ്ട് കാലത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ലീപ്പേഴ്സ് ആണ് ഈ ഒരു വുഡൻ സ്ലീപ്പേഴ്സ്. അപ്പം അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഓർത്തിരിക്കുക. നമ്മൾ വുഡൻ മെമ്പേഴ്സ് അല്ലെങ്കിൽ ടിമ്പർ ഒക്കെ നമ്മൾ സ്ലീപ്പർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ വുഡൻ സ്ലീപ്പർ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈസിലി അവൈലബിൾ ആണ്, ഫിറ്റിംഗ്സ് ആർ ഫ്യൂ ആൻഡ് സിമ്പിൾ. ഇതിനകത്ത് ഉണ്ടാകുന്ന ഈ ഒരു ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ഫിറ്റിംഗ്സ് ഒക്കെ മതി. ബെസ്റ്റ് ഫോർ ട്രാക്ക് സർക്യൂട്ടിംഗ്. ഞാൻ പറയുന്നത് ആ ഒരു ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഒന്ന് കുറവുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നല്ലത്. ഏബിൾ ടു റെസിസ്റ്റ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ. ആ ഒരു എലാസ്റ്റിസിറ്റി കൂടുതലായത് കൊണ്ട് തന്നെ ഷോക്കും വൈബ്രേഷനും നല്ല രീതിയിൽ തന്നെ അതിന് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈസി ടു ലേ, റീലേ, പാക്ക്, ലിഫ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ. അതായത് അതിന് ഒരുപാട് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അതിനെ നിരത്താൻ പറ്റും. അത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം റീലേ ചെയ്യണമെങ്കിൽ അതും എളുപ്പത്തിൽ നടക്കാം. പാക്കിംഗ്, അതിന്റെ ചുറ്റും നമ്മൾ ബല്ലാസ്റ്റ് ഒക്കെ ഇട്ട് പാക്ക് ചെയ്യുകയാണെങ്കിൽ അതും എളുപ്പത്തിൽ നടക്കും. ലിഫ്റ്റ് ആൻഡ് മെയിൻ്റെനൻസ്, അത് പൊക്കാനും അതുപോലെ തന്നെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് ടു വിയർ ആൻഡ് ഡീകെ ബൈ വൈറ്റ് ആൻഡ് അതിലൊക്കെ വന്ന് അത് പെട്ടെന്ന് എന്ത് ചെയ്ത് പോവാം, ഡീകെ ആയി പോകേണ്ട ചാൻസ് ഉണ്ട്. ഡിഫിക്കൽട്ടി ടു മെയിൻറ്റെയിൻ ദി ഗേജ്. നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ആ ഒരു ഗേജ്, കാരണം ഇത് ഒരു കോൺക്രീറ്റിന് അത്രയൊന്നും സ്ട്രെങ്ത് ഇല്ലാത്ത മെറ്റീരിയൽ, അപ്പൊ ആ ഗേജിന് ചിലപ്പോൾ ഒരു വേരിയേഷൻ വരാനൊരു ചാൻസ് ഉണ്ട്. ട്രാക്ക് ഇസ് ഈസിലി ഡിസ്റ്റർബ്ഡ്. ഇതിന് മേലുള്ള ട്രാക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ലാറ്ററൽ ലോഡ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡിസ്റ്റർബ് ആവാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട്. മിനിമം സർവീസ് ലൈഫ്, മെയിൻ്റെനൻസ് കോസ്റ്റ് ഹയർ. ഇത് മാറ്റിയിട്ട് വേറെ ഒന്നും വെക്കലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കോസ്റ്റ് ഹയർ ആണ്. കാരണം അതിന് ഒരു സ്ക്രാപ്പ് വാല്യൂ ഒന്നുമില്ല. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇരുമ്പൊക്കെ അതിന്റെ കാലത്തിന് ശേഷം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു വില കിട്ടില്ല, തൂക്കി വെക്കുന്ന ആ ഒരു വില, അതൊന്നും എന്തിനുണ്ടാവില്ല, ഇങ്ങനത്തെ വുഡൻ മെമ്പേഴ്സിന് ഉണ്ടാവില്ല. നമുക്ക് ഫയർവുഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫയർവുഡ് എന്ന് പറയുമ്പോഴത്തേക്കും വിറക്. അടുത്തത് മെറ്റൽ സ്ലീപ്പേഴ്സ്. മെറ്റൽ സ്ലീപ്പേഴ്സ് ഏതൊക്കെയാ വരിക? കാസ്റ്റ് അയൺ അതുപോലെ തന്നെ സ്റ്റീൽ സ്ലീപ്പേഴ്സ് ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂണിഫോം ഇൻ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി. ഇതിന്റെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഫാക്ടറിയിൽ നിന്നല്ലേ ഈ ഒരു വസ്തു കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ആ ഒരു ഡ്യൂറബിലിറ്റിയും അതേപോലെ തന്നെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ത്രൂ ഔട്ട് യൂണിഫോം ആയിരിക്കും. ലെസർ ക്രീപ്പ്, അതിന് ആ ഒരു ലാറ്ററൽ മൂവ്മെന്റ് നമുക്ക് കുറേ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റീൽ സ്ലീപ്പേഴ്സ് ആണെങ്കിൽ കുറേ കൂടെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഗേജ് ഈസിലി അഡ്ജസ്റ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്. ഇതിന്റെ ഗേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഫ്രീക്വന്റ് റിന്യൂവൽ നോട്ട് റിക്വയർഡ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി ഇടേണ്ട ആ ഒരു കേസ് ഇതിനകത്ത് ഇല്ല. റീപ്ലേസ്മെന്റ് ഇല്ല ഇടയ്ക്കിടയ്ക്ക്. അതായത് കുറച്ചും കൂടെ എന്താണ്, ഡ്യൂറബിൾ ആണ് ഈ ഒരു വസ്തു. ഗുഡ് സ്ക്രാപ്പ് വാല്യൂ ആൻഡ് ഫയർ റെസിസ്റ്റൻസ്. ഫയർ റെസിസ്റ്റൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇരുമ്പ് തൂക്കി വിറ്റാലും എന്താണ്, നല്ല വില കിട്ടും അല്ലെ. അപ്പം അത്രയും കാര്യങ്ങളാണ് മെറ്റൽ സ്ലീപ്പേഴ്സിന്റെ അഡ്വാൻറ്റേജ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്, മോർ ബല്ലാസ്റ്റ് ഇസ് റിക്വയർഡ്. അതായത് ഇതിന്റെ താഴെ കുറച്ചും കൂടെ എലാസിറ്റി ഉള്ള മെറ്റീരിയൽ കൊടുക്കണം. അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടി ചെറുതായതുകൊണ്ട് ബല്ലാസ്റ്റ് കൂടുതൽ വേണം. ഓക്കെ, ആ ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവല്ല, അപ്പം ബല്ലാസ്റ്റ് കൂടുതൽ വേണം. മെനി ഫിറ്റിംഗ്സ് ആൻഡ് മെയിൻ്റെനൻസ് ആർ ഡിഫിക്കൽട്ട്. അതായത് ഇതിനകത്ത്
കുറെ ഫിറ്റിംഗ് വരുന്നുണ്ട്. ഈ സ്റ്റീലിലേക്ക് നമ്മൾ വേറൊരു സ്റ്റീൽ മെമ്പറാണ് വെക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഫിറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് കുറച്ച് പാടാണ്. ലയബിൾ ടു റസ്റ്റിംഗ്, തുരുമ്പ് കയറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൊറോഷനും ചാൻസ് ഉണ്ട്. ഇന്റർഫിയേഴ്സ് വിത്ത് ദി ട്രാക്ക് സർക്യൂട്ടിംഗ്, അതായത് ഇതും എന്താണ് ഒരു കണ്ടക്ടിങ് മെമ്പർ ആയതുകൊണ്ട് ആ ഒരു ട്രാക്ക് സർക്യൂട്ടിനെ ഇന്റർഫിയർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഓക്കെ, ക്ലാസ്സിന് ശേഷം ഞാൻ പ്രസന്റേഷൻ ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്താൽ മതി. കാര്യം മനസ്സിലാക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ്, ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഫ്രീ ഫ്രം നാച്ചുറൽ ഡീക്കേ ആൻഡ് അറ്റാക്ക് ഓഫ് ടെർമൈറ്റ്സ്, ചെതൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കുറെ കാലം അത് നിൽക്കും, ഡ്യൂറബിൾ ആണ്. മാക്സിമം ലൈഫ്, ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ലീപ്പേഴ്സിന്റെ ഏറ്റവും കൂടുതൽ ലൈഫ് ഉള്ളത് ഏതാണ്? കോൺക്രീറ്റ് സ്ലീപ്പർ ആണ്. ട്രാക്ക് സർക്യൂട്ടിംഗ് എന്ന് പറയുന്നത് അഫക്റ്റഡ് അല്ല. കണ്ടക്ടിങ് സ്റ്റീലിനെ പോലെ അത്ര കണ്ടക്ടിങ് അല്ലല്ലോ കോൺക്രീറ്റ്, അതുകൊണ്ട് തന്നെ ട്രാക്ക് സർക്യൂട്ടിംഗ് അഫക്റ്റ് ആവുന്നില്ല. ജനറൽ ഗ്രേറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ടെമ്പറേച്ചർ വേരിയേഷൻസ്. ഇപ്പം പറഞ്ഞ സ്റ്റീൽ ആയിക്കോട്ടെ ബാക്കി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അതിനേക്കാളൊക്കെ ഒരു തെർമൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും എന്തിന്? ഈ ഒരു കോൺക്രീറ്റ് സ്ലീപ്പർ. വെയിറ്റ്, ഫിറ്റിംഗ്സ് റിക്വയർഡ്. വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഡിസഡ്വാൻറ്റേജ്, ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലേ ഈ ഒരു കോൺക്രീറ്റ്. അപ്പം വെയിറ്റ് ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ഫിറ്റിംഗ്സ് റിക്വയർഡ് പാഡ്സ് ആൻഡ് പ്ലഗ്സ്, അതായത് ഈ ഒരു റെയിൽ ഈ കോൺക്രീറ്റ് സ്ലീപ്പർ വെക്കുമ്പോൾ അതിന്റെ മേലെയായിട്ട് നമ്മൾ ഒരു ബീറിംഗ് പ്ലേറ്റ് വെക്കാറുണ്ട്. അപ്പം അതേപോലെ പാഡ്സ് ആൻഡ് പ്ലഗ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫിറ്റിംഗ്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഒരു അഡീഷണൽ ആയിട്ട് കുറച്ച് മെമ്പേഴ്സ് നമ്മൾ അതിന്റെ കൂടെ തന്നെ വെക്കേണ്ടി വരും. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് കോൺക്രീറ്റിന് ഒട്ടും തന്നെ ഉണ്ടാവില്ല അല്ലെ. നമുക്ക് ഇപ്പം വിറകായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ തൂക്കി വെക്കാനും പറ്റത്തില്ല. എന്ത് ചെയ്യണം, പൊടിച്ച് വേറെ എന്തെങ്കിലും ആയിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ചിലപ്പോൾ വേണേൽ പൊടിച്ച് ബല്ലാസ്റ്റ് പോലെ നമുക്ക് ഇടാൻ പറ്റും. ഹെവി ഡാമേജ് ഡ്യൂറിംഗ് ഡീലൈൻമെന്റ്, അതായത് പാളം തെറ്റി പോവുകയാണെങ്കിൽ എന്താണ്, ഈ കോൺക്രീറ്റ് മൊത്തം പൊട്ടിപ്പോകുന്നത്. അപ്പം നമുക്കൊരു വലിയ നഷ്ടം വരും. അത് ഒരു തരത്തിൽ നമുക്കത് ഉപയോഗിക്കാനും പറ്റില്ല. ചെറുതായിട്ടൊക്കെ ട്രാക്ക് നനങ്ങിയാൽ പിന്നെ അത് എന്താണ് വേസ്റ്റ് ആയിട്ട് പോവുകയാണ്. അപ്പം ഹെവി ഡാമേജ് ഡ്യൂറിംഗ് ഡീലൈൻമെന്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് എന്ന് അറിയേണ്ടത്. അപ്പൊ ഇവിടെ പറഞ്ഞായിരുന്നു, നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു പ്ലേറ്റിൽ ഇതിനാണ് പാഡ്സ് ആൻഡ് പ്ലഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ റെയില് പാകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബീറിംഗ് പ്ലേറ്റ് വെക്കും. അതിന് രണ്ട് സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫിറ്റിംഗ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം അതിലൊക്കെ നമുക്ക് ഇനി എടുക്കാനുണ്ട്, ഫിറ്റിംഗ്സും കൂടെ പറയാനുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഓർക്കുക. ജോയിന്റ്സ്, ടൈപ്സ് ഓഫ് ജോയിന്റ്, സ്ലീപ്പേഴ്സ്, അതിന്റെ ഫംഗ്ഷൻ, അതിന്റെ റിക്വയർമെന്റ്, അതേപോലെ തന്നെ അതിൽ നിന്നുണ്ടാവുന്ന ടൈപ്സ് ഓഫ് സ്ലീപ്പേഴ്സ്, അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അപ്പം ഇതൊരു ഡീറ്റെയിൽഡ് ക്വസ്റ്റൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരെണ്ണം തന്നെയാണ് സ്ലീപ്പേഴ്സ്, അതിന്റെ ടൈപ്സ്. അപ്പം അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതിന്റെ മെറ്റീരിയൽ ഒക്കെ ഒന്ന് എഴുതി വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു സെക്കൻഡ് പറയാം.